നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം അത് ഏത് കാലഘട്ടത്തിലും അനിവാര്യമായ ഒന്നാണ്. അത്തരത്തിൽ മലയാളത്തിലെ ഹാസ്യകവികളിൽ ഏറെ ശ്രദ്ധേയനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കവി എന്നതിനു പുറമെ ഓട്ടൻതുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നു. നമ്പ്യാരുടെ കൃതികളിൽ ഭൂരിപക്ഷവും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി രചിച്ചതാണ്. 18-ാം നൂറ്റാണ്ടിലാണ് പ്രതിഭാസമ്പന്നനായ കവിയും കലാകാരനുമായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത്. പാലക്കാട് ജില്ലയിൽ ലക്കിടി കിള്ളിക്കുറിശിമംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. ബാല്യകാലങ്ങളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം പിതൃദേശമായ കിടങ്ങൂരിൽ എത്തിച്ചേരുകയുണ്ടായി. അതിനുശേഷം ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചത്. തുള്ളൽ എന്ന കലാരൂപമുണ്ടാകുവാൻ രസകരമായൊരു സംഭവം നിമിത്തമായി എന്ന് പറയപ്പെടുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഒരിക്കൽ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നതിനിടെ കുഞ്ചൻ നമ്പ്യാർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ആ സമയം ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. പരിഹാസപ്രിയനായ ചാക്യാർ ആ അരങ്ങത്ത് വെച്ച് തന്നെ കുഞ്ചൻ നമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു. ഈ പരിഹാസം കേട്ട് ജനങ്ങൾ ആർത്തു ചിരിച്ചു. വളരെ അപമാനിതനായ കുഞ്ചൻ നമ്പ്യാർ അടുത്ത ദിവസം തന്നെ തുള്ളൽ എന്ന കലാരൂപം ആവിഷ്കരിച്ച് വേദിയിൽ അവതരിപ്പിച്ചു. അങ്ങനെ പുതിയതായി രൂപം കൊണ്ട ഈ കലാരൂപത്തിന് ഏറെ ജനപ്രീതി നേടുവാൻ സാധിച്ചു. ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ ഇനങ്ങളിലായി ധാരാളം സൃഷ്ടികൾ അദ്ദേഹം രചിച്ചു. സ്യമന്തകം, കിരാതം വഞ്ചിപ്പാട്ട്, കല്യാണ സൗഗന്ധികം, പഞ്ചതന്ത്രം കിളിപ്പാട്ട് തുടങ്ങിയവ ഈ തുള്ളലുകളിൽ പെടുന്നു. തുള്ളലുകളിലെ ഭാഷ വളരെ ലളിതമായിരുന്നു എന്നതാണ് കുഞ്ചൻ നമ്പ്യാരുടെ സൃഷ്ടികളുടെ പ്രത്യേകത. സാധാരണക്കാരന്റെ ഭാഷയോട് അടുത്തു നിൽക്കുന്ന തരത്തിലുള്ളതാണ് ആ സൃഷ്ടികളൊക്കെ തന്നെ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ പുരാണ ഇതിഹാസങ്ങളൊക്കെയാണെങ്കിലും അദ്ദേഹം കൊടുക്കുന്ന പശ്ചാത്തലം കേരളീയമായിരുന്നു. സാമൂഹ്യ വിമർശനവും ഒപ്പം നിശിതമായ ഫലിത പരിഹാസങ്ങളും കേരളീയതയുമൊക്കെ നമ്പ്യാരുടെ കൃതികളുടെ പ്രത്യേകതകളായി എടുത്തു പറയുവാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകതകൾ വലിയ ജനപ്രീതി തന്നെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. പുരാണ കൃതികളെ അവലംബിച്ചാണ് അദ്ദേഹത്തിന്റെ മിക്ക തുള്ളൽ കൃതികളെങ്കിലും ആ കൃതികളിൽ ആവുന്നത്ര നർമ്മവും സാമൂഹ്യ പ്രസക്തിയും പരിഹാസവും കലർത്തുവാൻ കവി ശ്രദ്ധിച്ചിരുന്നു. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്പ്യാരുടെ സൃഷ്ടികൾ വെളിച്ചം വീശുന്നുണ്ട്. സമൂഹത്തിലെ തിന്മകളെ തന്റെ ഫലിതം കലർന്ന ശൈലിയിൽ നമ്പ്യാർ വിമർശിക്കുന്നത് തുള്ളൽ കൃതികളിൽ പലയിടത്തും കാണുവാൻ സാധിക്കും. 3 വിഭാഗങ്ങളിലായി 64 തുള്ളൽ കൃതികൾ കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫലിതബോധം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ആക്ഷേപഹാസ്യം ഹാസ്യം എന്നതിലുപരി സാമൂഹിക വിമർശനമായിരുന്നു എന്ന് വേണം പറയുവാൻ. ഭരണാധികാരികളെ പരിഹസിച്ചതിനും ആക്ഷേപിച്ചതിനും നിരവധി ഉദാഹരണങ്ങൾ